ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് തൃത്താല വെള്ളിയാങ്കല്ല് പുഴ നിറഞ്ഞു വീഴുകയാണ്. ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട് മഴ കൂടിയ കാരണം. അപ്പോൾ തൊട്ടപ്പുറത്ത് പാർക്കുണ്ടല്ലോ, അപ്പോൾ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ പാലത്തറ ഗേറ്റിലെത്തിയ സമയത്ത് പെരും ബ്ലോക്ക്, ഏകദേശം മണിക്കൂറുകളോളം നമ്മൾ ആ ബ്ലോക്കിൽ കിടന്നു കേട്ടോ. കാരണം കുറേ ആളുകൾ എന്താ പറയുക, വെള്ളിയാങ്കല്ലേക്ക് പോകണവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളും അങ്ങനെയായിട്ട്. പിന്നെ ട്രെയിന് പോണ കാരണം ഗേറ്റ് അങ്ങോട്ട് അടച്ചിട്ടു. 2 ട്രെയിൻ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാരണേ കുറച്ച് സമയം അവിടെ അടച്ചിട്ട കാരണമുള്ള ബ്ലോക്ക് ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ആ ഒരു ബ്ലോക്കിൽ പെട്ടു കേട്ടോ. കണ്ടെങ്കിലും നോക്കി എത്ര ഒരു വണ്ടി കാണിച്ചിട്ടാ ഞാൻ ആദ്യമായിട്ടൊരു പാലത്തറ ഗേറ്റിലെത്തിയിട്ട് ഇത്രയും ബ്ലോക്ക് കാണുന്നത് കേട്ടോ. ഈ ബ്ലോക്ക് ഏകദേശം നമ്മുടെ പാലത്തറ ഗേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് കൊടിക്കുന്ന് വരെ ഉണ്ട് ഏകദേശം കേട്ടോ ഈ ബ്ലോക്ക്. അങ്ങനെ നമ്മൾ പുതിയൊരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ ഇട്ടാണ് നമ്മൾ വെള്ളിയാങ്കല്ലിലേക്ക് പോണത്. അങ്ങനെ ആ തിരക്കുന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ വെള്ളിയാങ്കല്ല് പാർക്കിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഐഷുമോൾക്ക് പാർക്കിൽ കയറണമെന്ന് ഒരേ വാശി. പിന്നെ എന്തായാലും പാലത്ത് നിന്നാലും പാർക്കിൽ നിന്നൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിൽ കയറി. പാലത്തിൻ്റെ മുകളിൽ എന്തോരം ജനങ്ങൾ വെച്ചിട്ടാണ്. ഈ ജനങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ച ബ്ലോക്ക്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല കുത്തൊഴുക്കാട്ടോ പുഴയിൽ. എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് മഴയൊന്നുമില്ല കേട്ടോ, കാരണം അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് മഴയൊന്നുമില്ല. നമുക്ക് പാർക്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഐഷുമോൾക്കാണ് കേട്ടോ കൂടുതലും പാർക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. കണ്ടില്ലേ, ഒരു മരത്തടി വിളിച്ചു പോണ്, വലിയൊരു മരത്തടി. ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഇങ്ങനെ കാണുമ്പോൾ പേടിയാവും കേട്ടോ. പക്ഷെ എന്നാലും രസമാണ്. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുമ്പോൾ അതിൽ മരത്തടി, തേങ്ങ, പല സംഭവങ്ങളിങ്ങനെ ഒലിച്ച് പോണൊക്കെ ഉണ്ട്. പാലത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ പാർക്കിലും നിറയെ ആളുകളാട്ടോ. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ആ പാർക്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ആ സമയം കൊണ്ട് ഐഷും കാക്കും കൂടിയും അവിടെ അപ്പുറത്ത് പാർക്കിൽ കുട്ടികളെ മറ്റേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർ രണ്ടാളും കൂടി അങ്ങോട്ട് പോയി. ഞാനും ഉമ്മയും കൂടിയും കുറേ സമയം ഇവിടെ ഇരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുളങ്ങൾ നിറഞ്ഞ് നിൽക്കണം, അതുപോലെ തോട് പുഴകളൊക്കെ നിറഞ്ഞ് നിൽക്കണം. നമ്മളെ മക്കളൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ ന്യൂസ് ഒഴുക്കിൽ പെട്ട് കുട്ടികൾ മരിച്ചതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഇപ്പോൾ ഈ മഴ കാരണം അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അവധി കൊടുത്താൽ നമ്മളെ മക്കളെ നമ്മൾ എന്താ പറയുക, പുറത്തേക്കൊന്നും വിടാതെ മാക്സിമം നമ്മൾ വീട്ടിലിരുത്താൻ ശ്രമിക്കുക. കാരണം ഈ അവധിയുള്ള ദിവസങ്ങൾ മക്കളൊക്കെ തോടുകളൊക്കെ നിറഞ്ഞ് നിൽക്കുക, പാടം നിറഞ്ഞ് നിൽക്കുക, ഇതൊക്കെ കാണാൻ പോകും. പക്ഷേ നമ്മൾ അവരെ മാക്സിമം പുറത്തേക്കൊന്നും അയക്കാതിരിക്കുക. ചെറിയ ചെറിയ മക്കളാണ് ഈ വെള്ളത്തിലൊക്കെ ഒലിച്ചു പോയി എന്നുള്ളതൊക്കെ കേൾക്കുന്നത്. 2 വയസ്സുകാരന് 4 വയസ്സുകാരനൊക്കെ ഒഴുക്കിൽ പെട്ട് മരിച്ചെന്നൊക്കെ നമ്മളിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് കേട്ട ന്യൂസുകളാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ മക്കളൊക്കെ സേഫായിട്ട് വീട്ടിലിരുത്തുക. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് ഇങ്ങോട്ട് വന്നു. ഐഷും കാക്കും ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇങ്ങനെ ചെറിയ ഇരുട്ട് ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇട്ടായി തുടങ്ങിയില്ല. അവിടെ 7:30 വരെ ആയിട്ടുള്ളൂ പാർക്കിങ്ങിൻ്റെ ടൈം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ മംഗലത്ത് എത്തിയേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ച ബിരിയാണി കഴിച്ചു. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.